അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ റിവീലിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു അത്ഭുതമാണ് ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവീലിലോട്ട് കിടന്നാൽ എൻ്റെ വണ്ടി റിവീൽ ചെയ്യട്ടെ ഞാൻ വണ്ടി റിവീൽ ചെയ്യട്ടെ. നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു കിടിലം വീഡിയോ നമ്മൾ ചെയ്യുന്നത് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കണ്ടോ, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇക്കാട് അംബാസിഡർ എവിടെ. ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അംബാസിഡറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ എവിടെ, അംബാസിഡറിൻ്റെ വീഡിയോ എവിടെ എന്ന് ചോദിക്കുന്ന ചില ചുരുക്കം സുഹൃത്തുക്കളെങ്കിലും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ദാണ്ടേ നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിലാണ്. നമ്മുടെ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ 2-ാം കുറ്റി. നമ്മുടെ ഏകദേശം ഒരു കൊല്ലത്തിൽ പുറത്തായിട്ട് നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് സെറാമിക് ചെയ്ത് അടിപൊളിയാക്കി തന്നിരിക്കുന്ന. അപ്പം നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നല്ല റിവീലിങ്. ആ ഒരു റിവീലിങ് നമ്മുടെ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക്, നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നോ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ട് എനിക്കൊന്ന് കൊല്ലത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അംബാസിഡർ ആവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ മിസ്റ്റർ ഗുബോട്ടിൽ അരുണിനെ വിളിക്കാം. അരുണേ വാ. അപ്പോൾ ഈ വണ്ടി ഇതുവരെയ്ക്കും ഞാൻ കണ്ടിട്ടില്ല. കാണിക്കത്തില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു റിവീലിംഗ്, അതായത് ഒരു പുതിയ വണ്ടി ഇറക്കുന്നതിനേക്കാളും സന്തോഷത്തോടെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അരുണെ, നമ്മുടെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വരുമെന്ന് തോന്നുന്നു. വരാൻ പറ്റുന്ന നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ വരുന്ന ഞായറാഴ്ചയാണ്, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്യുന്ന ഞായറാഴ്ച നമുക്ക് എത്ര മണിക്ക് നമ്മുടെ റിവീലിംഗ് വെക്കാം? ഞായറാഴ്ച നമുക്ക് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഒരു 2 മണിയൊക്കെ ശേഷം നമുക്ക് തുടങ്ങാം. 2 മണിക്ക് അത് നമുക്ക് രാവിലെ ചെയ്താൽ പോരെ? രാവിലെ ആക്കാം. വൈകിട്ടൊക്കെ ആകുമ്പോഴേ ആൾക്കാർക്ക് തിരക്കും ഇതൊക്കെ കാണത്തില്ല. ഒരു 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് 10 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം, അതേപോലെ അരുണിൻ്റെ നമ്പറും കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഇവൻറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, ഒന്ന് വിളിച്ചാൽ മതി. അതേപോലെ തന്നെ അന്ന് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ടോ? സ്പെഷ്യൽ അന്ന് വരുന്ന നമ്മുടെ വണ്ടി പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ 20% ഡിസ്കൗണ്ട് കൊടുക്കും. അതെ, അത് ഇക്കയുടെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടാണ്. നമ്മുടെ ഇക്കയുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് അന്ന് വരുന്ന കസ്റ്റമേഴ്സിന് സെറാമിക്കിനായാലും പെയിന്റിങ്ങിനായാലും എല്ലാത്തിനും PPF ഉൾപ്പെടെ. ഓക്കെ. അപ്പം നമ്മുടെ അന്നത്തെ ദിവസം വരുന്ന നമ്മുടെ ഏതെങ്കിലും വണ്ടി പ്രാന്തന്മാർ കൂട്ടുകാർ നമ്മുടെ വർക്കൊക്കെ ഒന്ന് വന്ന് കണ്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20% നമ്മുടെ ചാനലിൻ്റെ വക അരുൺ നമുക്കൊരു അടിപൊളി ഒരു ഡിസ്കൗണ്ട് തരാം. 20% എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് തന്നെ ഭയങ്കര വലിയ കോസ്റ്റൊന്നുമല്ല നമ്മൾ ഈടാക്കുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ഇല്ല നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫറാണ് നമ്മുടെ അരുൺ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഞായറാഴ്ച ദിവസം നമ്മളൊരു 10 മണി കഴിഞ്ഞ് നമുക്കൊരു 12 മണിക്കുള്ളിൽ നമുക്ക് വണ്ടിയുടെ റിവീലും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എത്താൻ പറ്റുന്ന സുഹൃത്തുക്കൾ അന്ന് എത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20% ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നടത്താമല്ലേ? അത് നമ്മുടെ ഒരു ചിലവ് നമ്മുടെ ഒരു സുഹൃത്തുക്കൾക്ക് ഉണ്ടാവും. ഞാൻ ഇതുവരെയ്ക്കും ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയ്ക്കും വിളിച്ചിട്ടില്ല. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളെ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അവർക്ക് അന്നത്തെ ദിവസം വന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ, അതായത് ഇപ്പം നമുക്ക് തന്നെ 2 പ്ലാറ്റ്ഫോമിലും കൂടെ ഏകദേശം 6 ലക്ഷം 7 ലക്ഷത്തിൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ശക്തി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ഒരു ഐക്കണായിട്ടുള്ള ഈ ഒരു അംബാസിഡർ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് നിങ്ങളുമായിട്ടും കൂടെ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അന്ന് വരാൻ പറ്റുന്ന, നിങ്ങളുടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഈ പറയുന്ന 20% ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ അരുണെ, നമ്മുടെ അംബാസിഡർ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം, അവിടെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് സംസാരിക്കാം. അപ്പോൾ അരുണെ, എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ല, അംബാസിഡറിനെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അംബാസിഡറിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 വർഷം 10 വർഷം അല്ലെ കിടക്കണമെന്നില്ല അംബാസിഡറിൻ്റെ മേളിൽ. മനസ്സിലാവും. അത് കിടക്കാത്ത കാരണം വെച്ചാൽ അതിൻ്റെ മെറ്റീരിയലാണ്, അതിൻ്റെ ഇരുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടുകൂടിയതാണ്. അപ്പം അവിടെ ഇങ്ങനെ തട്ടിയാൽ തന്നെ അത് തുരുമ്പിലോട്ടൊക്കെ എത്താറുണ്ട്. അപ്പം ഇങ്ങനൊരു വണ്ടി നമ്മൾ ഒരു 5 വർഷം വാറണ്ടിയിൽ ഇറക്കാൻ പോവാണ്. അത് കേരളത്തിലെ ഫസ്റ്റ് വാറണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇറക്കുന്നത്. കാരണം ഇപ്പോൾ വലിയ വലിയ കമ്പനികളാണ് പെയിൻറ്റിന് വാറണ്ടി കൊടുക്കുന്നത്. കാരണം അത് തികച്ചും അതിൻ്റെ ബോഡി മെറ്റീരിയലൊക്കെ അതേപോലെ ആയതുകൊണ്ടാണ് ഒരു വാറണ്ടിയിലോട്ട് വരാൻ കാരണം. പക്ഷേ അംബാസിഡറിനെ സംബന്ധിച്ചോളം അറിയാം, അംബാസിഡർ യൂസ് ചെയ്യുന്നവർക്കറിയാം, എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് വീണാൽ ഒരു മാസത്തിനുള്ളിൽ അവിടെ തുരുമ്പാവും. പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റിയിൽ, അതായത് കേരളത്തിലെ നമ്പർ 1 ക്വാളിറ്റിയിലുള്ള പെയിൻറ്റിംഗ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നോട്ടൺ സെയിൻകോബേൻ്റെ ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതിയിൽ വെച്ചാൽ കറക്റ്റ് മിക്സിങ്ങിലാണ്, എല്ലാം കറക്റ്റ് മിക്സിങ്ങിലാണ് ചെയ്യുന്നത്. നമ്മുടെ ലെവലെല്ലാം കറക്റ്റ് കൺട്രോളിലാണ്. നമ്മൾ ഇക്കയുടെ യൂസ് ചെയ്യുന്ന കേജ് ഉണ്ടല്ലോ, കേജ് വെച്ചിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് എല്ലാം തുടങ്ങിയിരിക്കുന്നത്.
അപ്പം ഇനി അതിൻ്റെ സെറാമിക്കും കൂടെ വരുമ്പം ആ വണ്ടി വേറെ ലെവലാവും. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഞങ്ങളെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കാറുണ്ട്. കാണുമ്പോൾ നമുക്കൊരു അഭിമാനം. കൊല്ലത്തെ വൈറൽ വണ്ടി ആവും. അതേപോലെ സൂക്ഷിച്ച് കൊണ്ടു നടന്നാൽ വൈറലാവും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഓൾ കേരള ട്രിപ്പൊക്കെ അടിക്കണം, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കുറേ കാണണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുമ്മാ കള്ളത്തരമൊന്നും പറയുന്നില്ല. ഇവിടെ വന്നിട്ട് ഞാൻ വണ്ടി കണ്ടിട്ടില്ല. വണ്ടി ഞാൻ വന്നതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച സർപ്രൈസ് തരുമെന്ന് പറഞ്ഞിട്ട് അത് മൂടിയിട്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഇതാ ഇപ്പം നമ്മുടെ അരുണേ, ഇപ്പം നമ്മൾ 1 ഇയർ ആയില്ലേ, ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്? ബിസിനസ് കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാതെ പോകും. അതെ, സക്സസ് വീഡിയോ അടുത്ത് ചെയ്യാമല്ലേ? അപ്പോൾ നമ്മുടെ അരുണിനുണ്ടല്ലോ, നമ്മുടെ അരുണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻ അനുഭവിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അരുണിന് ഇപ്പം എത്ര വയസ്സായി? 29 അല്ലേ? 30 വയസ്സാവാൻ പോകണില്ലേ? കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ 29 പറഞ്ഞത്. എന്തൊക്കെയായാലും 30 വയസ്സായാലും ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ വിജയഗാഥ, അതായത് ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻ അനുഭവിച്ചിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വന്നത് എങ്ങനെയാണെന്നും ഈ ഒരു ഫീൽഡിനകത്ത് എന്തുകൊണ്ടാണ് അരുൺ വിജയിച്ചതെന്നൊക്കെയുള്ള ഒരു സക്സസ് മന്ത്രം അല്ലെന്നുള്ള ഒരു സക്സസ് സ്റ്റോറി ഉണ്ട്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒരു കൊല്ലത്തിന് മുമ്പ് നമ്മുടെ വീഡിയോ എടുത്ത് നമ്മുടെ ആ ഒരു MLAയുടെ വണ്ടി ചെയ്ത സമയത്ത് നിങ്ങൾ ആ ഒരു പഴയ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും, നമ്മളാകെ സപ്പോർട്ട് ചെയ്യുക MLAയുടെ വണ്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജീപ്പ്, നമ്മുടെ ജീപ്പ് ചേട്ടനും ഉണ്ടായിരുന്നില്ലേ? ജീപ്പ് ചേട്ടൻ നമ്മുടെ കസ്റ്റമറായിട്ട് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ ഫൂട്ടേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് കാലിയായിട്ട് കിടക്കുന്നത് നമ്മുടെ MLAയുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മനസ്സിന് കാണുക, ഇപ്പം തന്നെ അതാ നമ്മുടെ പ്രീമിയം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഭയങ്കര ഒരു വോൾവോ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇതാ സെറാമിക് കോട്ടിങ് നടക്കുന്നു, വോക്സ് വാഗൻ്റെ. അതേപോലെ ലക്ഷറി മുതൽ നമ്മുടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് 800 വരെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? ഇതിൻ്റെ തൊട്ടകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിൻ്റെ PPF ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അടിപൊളി ഒരു ബൈക്കിൻ്റെ PPF അടക്കുകയാണ്. ഒന്ന് കാണിച്ചു വിടും. നമ്മുടെ മനു സെയിൻറ്റ് ഗോവേൻ്റെ ഇൻ്റർനാഷണൽ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്ന് അടിപൊളിയായിരുന്നു അല്ലേ? കാര്യങ്ങളൊക്കെ പഠിച്ചോ? മനുവിനെ നേരിട്ട് സെയിൻറ്റ് ഗോവേൻ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോയി ഇൻ്റർനാഷണൽ ഇപ്പോൾ പുതിയ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഇതിപ്പോൾ എന്തോ ചെയ്യുന്നു മനു? PPF ചെയ്യാല്ലേ? ഓക്കെ. അപ്പോൾ ബൈക്കിൽ ഉൾപ്പെടെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണുന്നവർക്ക് മനസ്സിലാവും ഈ ഒരു വിജയത്തിൽ. ഇത്രയും വണ്ടി ചുമ്മാ ആൾക്കാർ കൊണ്ടുവന്നിടത്തില്ല. ഇത്രയും വണ്ടി നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൽ കിടക്കുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ അത്രത്തോളം അരുൺ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ അരുണിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഇത്രത്തോളം സക്സസ് ആയിട്ടുള്ള കസ്റ്റമർ. ഈ വണ്ടി നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അറിയാൻ പറ്റും. നമ്മൾ ട്രിവിയന് വേണ്ടി ചെയ്തു, ഒരുപാട് അത്യാവശ്യം നമ്മുടെ ചാനലിൽ വൈറലായ വീഡിയോസൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ എന്ത് ട്രിവിയൻ്റെ വണ്ടി സർവീസിന് കൊണ്ടുവന്നതാണ്? ട്രിവിയൻ്റെ വണ്ടി ഒന്ന് അവിടെ ഇവിടെയൊക്കെ തട്ടിയായിരുന്നല്ലേ? അപ്പോൾ അതാണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ട്രിവിയൻ എവിടാണ്ടേ കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ടോപ്പപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നത്. ടോപ്പും കൂടെ അതിനോട് ചെയ്യും. 5 ഇയർ അല്ലേ ചെയ്തിരിക്കുന്നത്? 5 ഇയറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഗണേഷ് കുമാർ MLAയുടെ വണ്ടി കൊടുക്കാൻ പോണ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പരിസരവും എത്രത്തോളം വണ്ടി ഉണ്ടായിരുന്നു നോക്കുക. ശരിക്കും പറഞ്ഞാൽ അരുണിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, മിസ്റ്റർ ഗുബോട്ട് ടീം. അതിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറും ജെന്യൂനായിട്ട് പറയുന്ന അവരുടെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരിക്കലും എൻ്റെ തള്ളു കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അരുൺ പറയുന്നത് കേട്ടോ ഒന്നും ആരെയും വരാൻ പറയത്തില്ല. ക്വാളിറ്റി, കേരളത്തിലെ നമ്പർ 1 ക്വാളിറ്റി, അത് മിസ്റ്റർ ഗുബോട്ട് നോട്ട് സെയിൻറ്റ് ഗോവേൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. 100% ഗ്യാരൻ്റിയാണ്. നമ്മളെ വണ്ടി ഇറക്കുന്ന ദിവസം ശരിക്കും വണ്ടിപ്രേമികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. കുറച്ച് നിങ്ങളൊക്കെ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ് നമ്മുടെ വക. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മീറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല, അതും കൂടെ ഇതിൻ്റെ ഭാഗമാവും അല്ലേ? ഓക്കെ. ഇവിടെ നല്ല വെയിലുണ്ട്. ഇപ്പോൾ അരുണേ, ഈ വണ്ടികളെല്ലാം സെറാമിക്കിന് വന്നതാണ്? എല്ലാ വണ്ടിയും സെറാമിക്കിന് വന്നേ അല്ലേ? നമ്മുടെ വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാരൻ ഒരു 800 തുടങ്ങി വലിയ പ്രീമിയം വണ്ടികൾ വരെ നമ്മളവിടെ വരുന്നുണ്ട്, വിശ്വസിച്ചില്ലേ? അതെ. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം 20% ഡിസ്കൗണ്ട് കൊടുക്കാം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ അംബാസിഡർ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മുടെ ഒരു ചാനലിൻ്റെ ഐക്കണാണ് ഈ വണ്ടി. നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അൻഷാദ് കാ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കണം. അത്യാവശ്യമൊക്കെ തടഞ്ഞൊക്കെ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും വണ്ടിയൊക്കെ കണ്ടിട്ട്. അതിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുവരെയും വണ്ടി കണ്ടിട്ടില്ല. ഏകദേശം കേരളം മുഴുവൻ ഒന്ന് യാത്ര ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ഉടനെ പറയുന്ന വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. അൻഷാദ് വീഡിയോ ചെയ്താൽ ചില ആൾക്കാർ കമൻറ്റ് ഇടുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് അടിക്കില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആൾക്കാർ മാത്രമേ അതിന് നെഗറ്റീവ് പറയാറുള്ളൂ. കാരണം അത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും നല്ലപോലെ ചെക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്.
പിന്നെ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല, ബാക്ക് എൻഡിൽ ചിലപ്പോൾ തട്ടിപ്പും കാര്യങ്ങളും. പക്ഷേ അദ്ദേഹം ജെന്യൂനിറ്റി ഒരുപാട് കീപ്പ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റൊക്കെ വിളിച്ചാൽ ബെനിഫിറ്റ് ആണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചതിക്കുന്ന ഒരു മനുഷ്യനല്ല. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണിത്. അത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. കാരണം അതിൻ്റെ ഒരു അഭിമാനം എനിക്കുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം വെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് മുകളിലാണ്. കാരണം പല കാര്യങ്ങളിലും ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിനുപരി അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ടാണ് എന്നെ ഉപദേശിക്കുന്നതും പല കാര്യം. അപ്പോൾ എൻ്റെ സക്സസ്സിൽ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ അൻഷാദിക്കുണ്ട്. അതൊന്നുമല്ല, അത് അരുണിൻ്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നത്, അവൻ്റെ കഷ്ടപ്പാട് തന്നെയാണ്. ഏതൊരു വണ്ടി വന്നു കഴിഞ്ഞാലും അരുൺ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രത്തോളം ഏകദേശം നമുക്ക് എത്ര 10-20 സ്റ്റാഫ് ഉണ്ട് അല്ലേ മൊത്തത്തിൽ? തുടങ്ങുമ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു നമുക്ക്? തുടങ്ങുന്നത് ഞാനും പിന്നെ ഒരു 3 പേരുണ്ട്. ആണ്ട് അവന്താ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ആണ്ടേ ഇവനെ നിങ്ങൾക്ക് പണ്ട് മുതലേ കാണാം. തുടങ്ങുന്ന സമയത്ത് മുതലാളി ജഗയെന്നും പറഞ്ഞ് മുതലാളിയുടെ കൂടെ ഉണ്ടായിരുന്ന രമണനാണിത്. അതിനുശേഷമാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഏകദേശം 10-20 വാഷിങ്ങും നമ്മുടെ സെറാമിക്കും PP ഫുള്ള് ഉൾപ്പെടെ 10-20 സ്റ്റാഫുകൾ. അത് നമ്മുടെ ഒരുപാട് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് സപ്പോർട്ട് ചെയ്ത നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അത്രയും ക്വാളിറ്റി കണ്ട് നമ്മുടെ അടുത്ത് അരുണിൻ്റെ അടുത്ത് ആ ഒരു വിശ്വാസം അർപ്പിച്ച് ആ ഒരു വണ്ടി കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്രത്തോളം ഉയരാൻ കഴിഞ്ഞ. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഞാൻ അരുണിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഒതുങ്ങി നിൽക്കാനുള്ളതല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ കേരള ലെവലിൽ നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും വണ്ടി വരുന്നുണ്ട്. അങ്ങ് ബാംഗ്ലൂർ മുതൽ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം, കന്യാകുമാരി, അതേപോലെ ചെന്നൈയിൽ നിന്ന് വരെ നമുക്ക് വണ്ടികൾ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റുകളിൽ നിന്നും വണ്ടി സെറാമിക് ചെയ്യാൻ, നോട്ടൻ്റെ സെറാമിക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ്. കാര്യം കൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കേരളത്തിൻ്റെ അതായത് കേരളത്തിലെ ഫസ്റ്റ് സെയിൻ ഗോബേൻ്റെ ഒഫീഷ്യൽ കാർ ഡീറ്റെയിലറാണ് നമ്മൾ. അതെ, അതായത് നമുക്കിപ്പോൾ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ PPF അതിൻ്റെ ഫുട്ടേജ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. എനിക്ക് PPFൻ്റെ ഭയങ്കര ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. കാരണം PPF ഇനി അടുത്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ PPF ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കമ്പനിയോട് ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ട്രെയിനിങ് ബാച്ച് ഞങ്ങളുടെ ആയിരുന്നു PPF. അപ്പോൾ ഞാനും മനുവായിരുന്നു ഇവിടുന്ന് അറ്റൻഡ് ചെയ്ത്. കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം PPF എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സെറാമിക്കിൻ്റെ കൂടെ നിൽക്കുന്നതല്ല, അത് അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. കാരണം പ്രോഡക്റ്റ് ഒരുപാട് വേസ്റ്റേജ്, അങ്ങനെ കമ്പനി ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു ട്രെയിനിങ് തന്നിട്ടുണ്ട്. അത് ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻറ്റ്. കാരണം വെച്ചാൽ ഒരു നോർമൽ ഒരു പേഴ്സൺ അത് ചിലപ്പോൾ കിട്ടത്തില്ല. കാരണം അങ്ങനെ കൊടുക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ഞങ്ങളാണ് കേരളത്തിൽ സെയിൻ ഗോബേൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കാരണം പലരും ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പല ഷോപ്പിൽ ഇങ്ങനെ ഞങ്ങൾ സെയിൻ ഗോബേൻ നമ്മുടെ ഇവിടെ വരുമ്പോൾ പുതുമയല്ലായിരുന്നു, ആദ്യമായിരുന്നു. അപ്പോൾ അവർക്ക് പോലും അതിശയമായിരുന്നു ഇതിങ്ങനെ. കാരണം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടപ്പോൾ അവർ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് പ്രോഡക്റ്റ് സെയിലിൻ്റെ വോളിയം കൂടി. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ട് വേറെ ബാക്ക് എൻഡിൽ വേറെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചീറ്റിംഗ് ഉള്ള ഒരു പറ്റിക്കൽ സമുദായമുള്ള ഒരു ഫീൽഡാണ് ഡീറ്റെയിലിംഗ് ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അത് തിരിച്ചറിയണമെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ അകത്ത് നമുക്കുണ്ടല്ലോ ആരുണേ, നമുക്കിപ്പം ഈ പറയുന്നത് പോലെ കൊള്ള ലാഭം എടുക്കാതെ നേരെ ചൊവ്വേ ചെയ്താലും നമുക്ക് നല്ലൊരു ലാഭം കിട്ടുമല്ലേ? നേരെ ഇവന് ചെയ്യാൻ നല്ല ലാഭം കിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 25-30% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് വണ്ടി ഇറങ്ങുന്നത്. ഇപ്പോൾ ഡേ നൈറ്റ് ചില കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അർജൻറ്റ് ആയിരിക്കും വർക്കുകൾ. അപ്പോൾ അത് അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ആ ഒരു ഇത്, നമ്മുടെ ഒരു എന്താ പറയുക വില എന്ന് പറയും. ചിലപ്പോൾ അവർ കാശ് തരാത്ത ആൾക്കാരുണ്ട്, ചിലപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ അങ്ങനെയൊന്നും പറയില്ല, കാശ് തരാത്ത അല്ല. അത് ഞാൻ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഉണ്ട് ദുരനുഭവം. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ വണ്ടി അത്രയും വൃത്തിയാക്കി ഇരിക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ അരുണിനെ സപ്പോർട്ട് ചെയ്യണം. അതിൽ നമ്മൾ യോജിക്കുന്നില്ല. ബിസിനസ് ഈസ് ബിസിനസ്. എന്ത് ബിസിനസ് ആയാലും അതിന് നമുക്ക് ചിലവും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. അതുകൊണ്ട് നീ അങ്ങനെ ആർക്കും ഇനി കടമൊന്നും കൊടുക്കരുത് കേട്ടോ. എന്തായാലും നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ദൈവം ഈശ്വരൻ തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിച്ചൊന്നും പോണില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ഒരു വണ്ടി ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഏതാ ഡേറ്റ് എത്ര? ഇന്ന് 27 അല്ലേ? ഇന്ന് 27. ഇന്നലെ റിപ്പബ്ലിക് ഡേ. ഇന്ന് 27-ാം തീയതിയാണ്. 28, 29-ാം തീയതി ഞായറാഴ്ച, ഈ വരുന്ന മറ്റന്നാൾ 29-ാം തീയതി ഞായറാഴ്ച നമ്മുടെ വണ്ടി ഈ പറയുന്നത് പോലെ റീലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ എത്താൻ പറ്റുന്ന സുഹൃത്തുക്കൾ എത്തുക. നിങ്ങൾക്ക് അന്നൊരു 20% ഡിസ്കൗണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് തരുന്നുണ്ട്. വണ്ടി കണ്ട ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. ഒരു മിനിറ്റ്, വണ്ടി കണ്ടോ? പുള്ളിയെ കൊണ്ടേ കാണിച്ചോ? പുള്ളിയെ കാണിച്ചായിരുന്നു അല്ലേ? ഞാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് നമ്മുടെ വണ്ടി ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല. ബ്രോ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെ? ഒന്ന് പേര് പറഞ്ഞ് ആദ്യം ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് സിബി ഹരിപ്പാട്. അടിപൊളി വണ്ടി. ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറങ്ങുന്നു അതുപോലെ ആ വണ്ടി ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയത്. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഇൻസൈഡ് ആണെങ്കിലും ശരി, ഔട്ട്സൈഡ് ആണെങ്കിലും ശരി, ഒരു നല്ല ഗ്ലോസി ആയിട്ട് നല്ല ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറങ്ങുന്നു ആ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്.
ആ കാര്യത്തിൽ ഉണ്ട്. അപ്പം ഈ വരുന്ന 29-ാം തീയതി നമ്മുടെ അംബാസിഡർ റീലോഞ്ച് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വണ്ടി നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പ് കണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ വണ്ടിയുടെ അഭിപ്രായം, ആ വർക്കിനെ കുറിച്ചൊക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ലതായിരുന്നു. കണ്ടിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ 10 പേര് തിരിച്ചറിയോ? നമ്മുടെ തീർച്ചയായിട്ടും തിരിച്ചറിയും. 100% തിരിച്ചറിയും. അത് കാണുമ്പോൾ ആണോ? തീർച്ചയായും തീർച്ചയായിട്ടും. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ അന്ന ദിവസം വരെ. ഓക്കെ, തീർച്ചയായിട്ടും വരും എത്തുന്നേരം. അപ്പം നിങ്ങൾ ആരും മറക്കണ്ട, ഈ വരുന്ന 29-ാം തീയതി ഞായറാഴ്ച ഒരു 10 മണി തൊട്ട് 12 മണിക്കുള്ളിൽ നമ്മുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വരിക, നമുക്ക് കാണാം, അടിച്ചു പൊളിക്കാം. പറ്റുന്നവർ എൻ്റെ നമ്പറിൽ വിളിക്കുക, നമുക്ക് ഒരുമിച്ച് ഈ ഒരു എൻ്റെ ഒരു ചാനലും എൻ്റെ ഒരു നിങ്ങളൊക്കെയാണ് നമ്മുടെ സപ്പോർട്ടും ബാക്ക് ബോണും. അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഇതേപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതെന്ന് കരുതിയാൽ മതി. ചെറിയൊരു ലൈക്ക് ഉണ്ടെങ്കിൽ ജീവിതം മാറി കുറഞ്ഞു പോകും. അല്ല, നമ്മൾ ഒരുപാട് ലൈക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെറിയൊരു ഇത് മതി. നമ്മൾ ഈ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ കാര്യങ്ങൾ ചിലപ്പം ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ചിലപ്പം നമ്മൾ ഫീൽ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യണം. അല്ലേ, ചില കാണാത്ത ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പിന്നെ ഒരു നമ്മുടെ വീഡിയോ ഒരു 10 ലക്ഷം പേര് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് വെറും നെഗറ്റീവ് കമൻറ്റ് വരുന്ന ഒരു 100 പേരായിരിക്കും. അതെ. പക്ഷേ അത് അൻഷായിയെ സംബന്ധിച്ചോളം പറയാം, അൻഷായിക്ക് 2023 അൻഷായിക്ക് വളരെ ഒരു അച്ചീവ്മെൻ്റ് ഉള്ളൊരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളം മൊത്തം, അതായത് ബിസിനസ്സുകാർക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കാൻ. ഞാൻ മാർക്കറ്റ് ചെയ്യുമല്ല കേട്ടോ, അല്ല നമ്മൾ ബിസിനസ് നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. ഇതുവരേക്കും ഞാൻ എൻ്റെ ചങ്കി തൊട്ട് ഞാൻ പറയാം, നമ്മൾ ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏത് തരത്തിലൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് കാര്യം നമ്മുടെ ബിസിനസ് സ്ഥാപനമാണ്. ഇപ്പോൾ 100 കസ്റ്റമർ വരുമ്പോൾ ഒരാൾക്ക് കംപ്ലയിൻറ്റ് കാണും. എന്നെ പലരും വിളിക്കാറുണ്ട്, എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ജെന്യുവനായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ ഇത്ര നാളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യും. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള ബിസിനസ്സും അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു സർവീസ് കിട്ടുന്ന ഒരു ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അരുണിൻ്റെ സക്സസ് സ്റ്റോറി, 30 വയസ്സായ ആൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ട് ഈ ഒരു നിലയിലെത്തിയതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ ഒരു വണ്ടിയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ നമ്മളെ കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് എത്രത്തോളം അതിന് നല്ലൊരു മുന്നോട്ടൊരു ഉയർച്ച കിട്ടിയെന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ എപ്പിസോഡായിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, നമ്മുടെ വരുന്ന 29-ാം തീയതി നമ്മുടെ ഈ പറയുന്നത് പോലെ ലോഞ്ചിങ് ആണ്, സെറാമിക്കിന് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും മറക്കണ്ട, വരുന്ന ഞായറാഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.